ഡോക്ടർ ബി.ആർ. അംബേദ്കറെ അധിക്ഷേപിക്കുന്നു എന്നാരോപിച്ച് കോതമംഗലത്ത് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ ഉദ്ഘാടനം ചെയ്തു. ബി.ജെ.പി. സർക്കാരും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും ഡോക്ടർ ബി.ആർ. അംബേദ്കറെ നിരന്തരം അധിക്ഷേപിക്കുന്നതായി ആരോപിച്ച് ദളിത് കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് കമ്മിറ്റിയുടെയും കോൺഗ്രസ് ന്യൂനപക്ഷ സെല്ലിന്റെയും നേതൃത്വത്തിൽ കോതമംഗലം ഗാന്ധി സ്ക്വയറിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഭരണ നടപടികളും നിലപാടുകളുമാണ് ബി.ജെ.പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യയിൽ സ്വീകരിച്ചു പോരുന്നത്. അതിനെതിരെയാണ് സന്ധിയില്ലാത്ത സമരം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ രാജ്യത്തെമ്പാടും സംഘടിപ്പിച്ചു പോരുന്നത്. എന്തുകൊണ്ടാണ് അംബേദ്കറെ പാർലമെന്റിനകത്ത് പോലും അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് രാജ്യത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ മാറുന്നതെന്ന് ആലോചിക്കുമ്പോൾ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങി വെച്ചതല്ല. രാജ്യത്തെ RSSഉം സംഘപരിവാറും ഈ അംബേദ്കർ വിരോധവും അതുപോലെ തന്നെ ജാതി രാഷ്ട്രീയത്തിന്റെ ഏറ്റവും മോശപ്പെട്ട ഏറ്റവും മൃഗീയമായ നിലപാടുകൾ സ്വീകരിക്കുന്നതുമൊക്കെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പും സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലുമൊക്കെ ഇത്തരത്തിലുള്ള നിലപാടുകൾ സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ RSSന്റെ നേതൃത്വത്തിൽ നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുണ്ട്. അതിന്റെ ബാക്കി പത്രമാണ് ഇപ്പോ രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പി. എന്തുകൊണ്ടാണ് രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പിയെ ഇങ്ങനെ RSS എതിർക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ ഈ ഭരണഘടനയാണ്, ഈ ഭരണഘടന നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി പല തടസ്സങ്ങളും സംഘപരിവാറിനും ബി.ജെ.പിക്കും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് ഭരണഘടനാ ശില്പിയെ മോശമാക്കണം, ഭരണഘടനാ ശില്പിയെ സമൂഹ മധ്യത്തിൽ ഇകഴ്ത്തി കാണിക്കണം, ഭരണഘടനയെ അസ്ഥിരപ്പെടുത്തണം. ഇത് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യമായിട്ടാണ് രാജ്യത്ത് ബി.ജെ.പിയും RSSഉം മുമ്പോട്ട് പോകുന്നത്. ദളിത് കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് A.T. ലൈജു അധ്യക്ഷനായി. കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി P.C. ജോർജ്, നേതാക്കളായ എബി എബ്രഹാം, നജീവ്, സത്താർ, അയ്യപ്പൻ, സുരേഷ്, നവാസ്, ഷിബി, സലീം, അനിൽ രാമൻ നായർ, TC വിജയൻ നായർ, ജയൻ, അയ്യപ്പൻ, തങ്കപ്പൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.